ബോയ് വന്നിട്ട്, അതായത് അജ്മൽ എന്ന് പറഞ്ഞൊരുത്തൻ, അവൻ വന്നിട്ട് അതായത് ഈ പറഞ്ഞ പ്രസ്തുത കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സിബിൻ, അയാളുടെ അടുത്ത് പോയി ഇന്റർവ്യൂ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പെട്രാക്സ് ബോയും ദിയാസനയും തമ്മിലുള്ള ഇഷ്യൂ എല്ലാവരും അറിഞ്ഞ കേസാണ്. അപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന പെട്രാക്സിനെ വിളിച്ചിട്ട് അവന്റെ അച്ഛൻ, അമ്മ, അനിയത്തി, ഭാര്യ അടക്കം പച്ചത്തെറി വിളിച്ച ഒരു ലേഡിയാണ് ഈ പറയുന്നത് ദിയാസന. ഇപ്പോ ദിയാസന ലൈവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, ഇതെന്തേടെ അന്യൻ റോമ അമ്പി കളിക്കണ, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്, അന്യൻ റോമ അമ്പി കളിക്കണ. എന്തായാലും ദിയാസനയ്ക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് പെട്രാക്സ്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും ഈ ലൈവിൽ ഒന്ന് പറഞ്ഞ കാര്യവും പെട്രാക്സ് പറയുന്ന എല്ലാം കൂടിയൊക്കെ ഒന്ന് കൊടുക്കാം. നിങ്ങളൊന്ന് കാണണം കേട്ടോ, കാണാതെ പോകരുത്. ആദ്യം ദിയാസന പറയുന്ന നമുക്കൊന്ന് കേട്ടോക്കാം. വന്നിട്ട്, അതായത് അജ്മൽ എന്ന് പറഞ്ഞൊരുത്തൻ, അവൻ വന്നിട്ട് അതായത് ഈ പറഞ്ഞ പ്രസ്തുത കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സിബിൻ, അയാളുടെ അടുത്ത് പോയി ഇന്റർവ്യൂ ചെയ്യാണ്. എന്നെ കോട്ട് ചെയ്തിട്ട്, അതായത് എന്നെ ഇട്ടുകൊടുത്ത്, അതായത് ഞാൻ എന്തോ മഹാപരാധം ചെയ്തു എന്ന ലെവലിൽ അവന്റെ PR പണി ഏറ്റെടുത്തുകൊണ്ട്, അപ്പൊ ഇനി നമുക്കത് പറയാലോ, അവന്റെ PR പണി, അതായത് സിബിന്റെ PR പണി ഏറ്റെടുത്തുകൊണ്ട് കണ്ടന്റിനൊക്കെ ക്ഷാമമായത് കാരണം യൂട്യൂബർമാർ ഈ ഒരു സീസൺ കൊണ്ടുപോയത് തന്നെ ഈ പറഞ്ഞ ജാസ്മിൻ ജാഫറിനെ വിറ്റിട്ടാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കണ്ടന്റ് ക്ഷാമം ഉള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നുമില്ല, കണ്ടവരുടെ കുടുംബത്തിൽ കയറി കളിക്കുക, കണ്ടവരുടെ കുടുംബത്തിൽ കയറി സംസാരിച്ചിട്ടൊക്കെ വരുമാനം ഉണ്ടാക്കി തിന്ന് കൊഴുത്ത അതിന്റെ ആ സാധനം എന്റെ നെഞ്ചത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സാഹചര്യത്തിൽ ഞാനൊരു ലൈവ് വന്ന് പറഞ്ഞു, ഡയലോഗ് പറഞ്ഞു, ഇവിടെ തെറി വിളിക്കുക എന്ന് പറയുന്നത് പുരുഷൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ മാസ് കയ്യടി കിട്ടുകയും സ്ത്രീ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. 500-ൽ പുറത്ത് കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ. ഇല്ലാ കഥകൾ പറഞ്ഞ് അലിഗേഷൻസ് ഉൾപ്പെടെയുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള തെറിവിളിക്കെതിരെയും വളരെ മോശപ്പെട്ട രീതിയിലുള്ള ആക്രമണത്തിനെതിരെയും എന്നെയും എന്റെ മകനെയും എന്റെ കുടുംബത്തെയും എന്റെ ഫാദറിനെയും ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള മോശപ്പെട്ട അലിഗേഷൻസിനെതിരെ സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് പരാതികൾ കൊടുത്ത ഒരാളാണ് ഞാൻ. ഇപ്പൊ തിരിഞ്ഞ പെട്രാക്സ് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളെ തെറി വിളിച്ചത്? നിങ്ങൾ വല്ലതും പറഞ്ഞ പെട്രാക്സ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അവൻ അവന്റേതായ കണ്ടന്റ് രീതി സിബിന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത് അതിൽ ഈ പറയുന്ന ദിയാസന എന്ന് പറയുന്ന ലേഡി സിബിനെതിരെ വിട്രോൾ സിൻഡ്രോം എന്ന് പറയുന്ന സാധനം അടക്കം വിളിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പെട്രാക്സ് അവന്റെ അടുത്ത് ചോദിച്ചപ്പോ എന്നാടാ സിബിൻ പറഞ്ഞ മറുപടി. അതിന് നിങ്ങൾ കയറി പെട്രാക്സിന് എന്തിനാണ് തെറി വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ. നിങ്ങൾ ഇന്റർവ്യൂവിലെല്ലാം പോയിട്ട് ഈ പറയുന്ന സിബിനെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അത് ഒന്ന് ചിന്തിച്ചൂടെ? ഇതെന്തുവാ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ വിക്ടിം കാർഡ് അവസാനം കൊണ്ട് ഇറക്കുകയാണ്. നിങ്ങളുടെ മകനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു നിങ്ങളെ മകനെയൊക്കെ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളല്ലേ ഈ പറയുന്ന പെട്രാക്സിന്റെ വീട്ടിലുള്ള ഒരെണ്ണത്തിനെ വിടാതെ അടക്കം നിങ്ങൾ തെറി പറഞ്ഞത്? നാണമുണ്ടോ നിങ്ങൾക്ക്? അയ്യേ, ഇതെന്താ ഇത്? വിക്ടിം കാർഡ് ഇറക്കി കളിക്കണം, ഇപ്പൊ തിരിച്ചടിക്കണം. കൊള്ളാല്ലേ ഇത്? നിങ്ങൾ പറഞ്ഞ വോയിസ് നല്ല സൂപ്പർ വോയിസാണ്, ഞാൻ കേട്ട സാധനം അത്. മനസ്സിലായ? നിങ്ങൾ നല്ല പച്ച A1, A2, A3 തെറി വിളിക്കുന്നത് ഞാൻ കേട്ടതാ. വേറെ ആരുടെ അഡ്വൈസും കാര്യങ്ങളൊന്നും എനിക്കിന് വേണ്ട. ഞാനത് കേട്ട സാധനം. അവന്റെ വീട്ടിലുള്ള അമ്മയും പെങ്ങളും അടക്കം വിളിച്ചത്. മനസ്സിലായ? എന്തായാലും കേസിന്റെ അപ്ഡേറ്റുമായി റിലേറ്റ് ചെയ്തിട്ട് പെട്രാക്സ് പറയുന്ന കേട്ടോ. കേസ് കൊടുത്തിട്ടുണ്ട്. കേസിന്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവും. കേസ് ഇവിടെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നത് ഇപ്പം ഒരു SI അസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വലിയ പുരോഗമനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മുകളിലോട്ട് തന്നെ അത് കേസുമായിട്ട് പോകും, അതിനൊരു സംശയമില്ല. അതെ, കേസ് വിടല് പെട്രാക്സ് മുകളിലോട്ട് ഏതറ്റം വരെ പോയാലും പോണം. കാരണം ഇവർക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമുക്കൊക്കെ എന്തുമാവാം, ഏവനെ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്. ഈ തെറിവിളി എന്ന് പറയുന്ന ആരുടെയും സ്വത്തല്ല. മനസ്സിലായ? അതിങ്ങനെ വിളിച്ചിട്ട് പബ്ലിക്കിൽ ഒരുത്തനെ വന്ന് വിളിക്കുക, അടുത്ത് ഇപ്പോഴും അവർക്ക് അത് ഉളുപ്പില്ലാണ്ട് അവര് വീണ്ടും ലൈവിൽ തെറി എന്ന് പറയുന്ന സാധനങ്ങൾ മിക്സ് ചെയ്ത് സംസാരിക്കുക. നിങ്ങൾക്ക് നാണോ ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെന്താ വലിയൊരു അലങ്കാരമായിട്ടാണോ കൊണ്ടു നടക്കുന്നത് ഈ ചീത്ത വിളിക്കുക എന്ന് പറയുന്ന സാധനം? എന്തോ അലങ്കാരമായിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നവളെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഞാൻ അത് വിളിച്ചാലൊരു ഗുമ്മുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിയമപരമായി നല്ല ശിക്ഷകൾ കൊടുക്കേണ്ടതാണ്. കാരണം ഒരിക്കലും ഒരു അബദ്ധം പറ്റാം, രണ്ടാമതും പറ്റാം. ഇത് സ്ഥിരം ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കേസല്ല. മനസ്സിലായ? ഇവിടെ പെട്രാക്സിന്റെ ഭാഗത്ത് 100-110% ന്യായം ഒന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ഞാനത് തെളിവ് സഹിതം കണ്ടതും ആ വോയിസ് അടക്കം ഞാൻ കേട്ടതാണ്. ഇതെന്ത് തെറികളാ കടിച്ചാ പൊട്ടുന്ന തെറികള്? എനിക്ക് അത്ര നാക്ക് പോലും കുഴഞ്ഞു വരണില്ല. ബാക്കിയൊക്കെ ദിയാസന പറയുന്നത്. ഇവിടുത്തെ ലോ എവിടെ വരെ പോകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളുടെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ നമുക്ക് റിയാക്ടിങ് എന്ന് പറയുന്ന ഒരു പവർ ഉണ്ടാവും. അതായത് നമുക്ക് റിയാക്ഷൻ കൊടുക്കണമല്ലോ, നമ്മൾ റിയാക്ട് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും. സെൽഫ് ഡിഫൻസ് എന്ന് പറയും ആ സാധനത്തിന്. സെൽഫ് ഡിഫൻസ്, അതായത് എന്റെ നേർക്ക് വരുന്ന സാധനങ്ങളെ തിരിച്ച് റെസ്പോൺസിബിൾ ആയിട്ട് ആയുധമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ
അത് ചിലപ്പോൾ എനിക്ക് തെറിയായിരിക്കും. എന്റെ നേർക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടിക്കുമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് എന്റെ സെൽഫ്, എനിക്ക് എന്റെ ദേഹം, എന്റെ മൈൻഡ് എന്നൊക്കെ പറയുന്നത് എനിക്ക് പീസിങ് ആയിരിക്കണം, പീസ് ആയിട്ടിരിക്കണം. എനിക്ക് അതിന് സമാധാനം വേണം. അപ്പൊ എന്റെ സമാധാനത്തെ കെടുത്തുന്ന രീതിയിലോ തോന്നിവാസം കാണിക്കുന്ന രീതിയിലോ റെസ്പോൺസ് ചെയ്യുന്ന ഏത് ശരി വായിലിരിക്കുന്നത് കേട്ടോണ്ടിരിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സമാധാനം, നിങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുന്ന സിബിൻ എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്നത് എന്തിനാണ്, എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിലാണ് നിങ്ങൾ പറഞ്ഞത്? എനിക്ക് അത് അറിഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് തെളിവിലാണ് പറഞ്ഞത് സിബിന വിഡ്രോവൽ സിൻഡ്രോം എന്ന്? ഈ വിഡ്രോവൽ സിൻഡ്രോം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചുമ്മാ വായി തോന്നി വിളിച്ച് പറയാണ്. 2 ദിവസം മാക്സിമം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. സിബിൻ എത്ര ദിവസം അവിടെ പിടിച്ചിരുന്നു? അപ്പൊ നിങ്ങൾ പറയുന്നത് ഓഹോ മറ്റൊന്മാരുള്ള എന്നുള്ള സാധനം, ആഹാ ഈ സാധനമൊക്കെ ആയി നിങ്ങളുടെ അവസ്ഥ. കുറച്ച് ഇത് വേണ്ടേ? പറയുന്ന കാര്യത്തിലൊക്കെ ഒരു കഴമ്പ് വേണ്ടേ? ഇതെന്തുവാ നിങ്ങൾ വായിക്ക് തോന്നി വീണ്ടും വീണ്ടും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തോ വലിയ സംഭവം എന്നാണ് നിങ്ങളുടെ സ്വയമേയുള്ള വിചാരം. അതാദ്യം ഇറങ്ങ്, തറയെ ചവിട്ടി നില്ലേ, തറയെ ചവിട്ടി നിൽക്കേ, അതിനാദ്യം പഠിക്കേ. വീണ്ടും മെഴുകണം. സോഷ്യൽ മീഡിയയുടെ അകത്ത് വന്നിരുന്ന് ഞാൻ സംസാരിക്കുന്നതിന് പല പല തരത്തിലുള്ള ഇതുണ്ട്, എന്താ പറയാ, എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനെതിരെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്ര പറഞ്ഞോളൂ പറഞ്ഞായിരുന്നു. അത് അവൻ കാണിച്ച കയ്യിലിരിപ്പ് കാരണം അല്ല, ഒരു വീഡിയോ ഇട്ട് ഴത്തേക്ക് അത് കേട്ടോണ്ട് അത്രേ ഉള്ളന്ന് എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനും വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ കേട്ട് ദിയാസൻ എന്റെ അമ്മയും അച്ഛനെയാണല്ലോ വിളിച്ചത്, ഹായ് ഹായ് എന്ന് പറഞ്ഞിരിക്കത്തില്ല. അന്തസ്സുള്ള ഒരു മോനും സഹിക്കത്തില്ല. ഞാൻ അവിടെ റിയാക്ട് ചെയ്തു. ഇതിൽ ഞാൻ റിയാക്ട് ചെയ്തതിന് ആർക്കെങ്കിലും എതിർപ്പായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്തത് തെറ്റാണ് എന്ന് തോന്നുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാ. ഓക്കെ, ഒരു തെറ്റുമില്ല ട്രാക്സ്, നിന്നോ കൂടെ ഞാൻ 100ക്ക് 110% ഞാൻ യോജിക്കുന്നു. മനസ്സിലായ? ഒരു തെറ്റും നീ ഇവിടെ ചെയ്തിട്ടില്ല. ഈ 100ക്ക് 110% തെറ്റ് ദിയാസനയുടെ ഭാഗത്താണ്. എന്ത് അടിസ്ഥാനത്തിലാണ് നിന്റെ വീട്ടിലുള്ളവരെ കയറി തെറി വിളിച്ച? അടുത്ത് ഒരു തെറ്റും ചെയ്യാത്ത ഒന്നും ഇവരൊന്നും ഒരു രീതിയിലും നീയോ ഈ പറയുന്ന ഗോപ്രോ മച്ചനോ ഉപദ്രവിച്ചിട്ട് പോലുമില്ല. 2 എണ്ണത്തിന്റെ വീട്ടിൽ അടക്കം വിളിച്ച് ഗോപ്രോ മച്ചന്റെ ഒക്കെ കുഞ്ഞു മകൾ പൊട്ടി മോൾ അടക്കം കേട്ടിരുന്നതാണ്. നീ അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇവരെ വിചാരം എന്തെന്നാണ് ഇവരുടെ വിചാരം? ഇവർ വിചാരിച്ച ഇവിടെ എല്ലാം ഇവരുടെ കൈക്കുള്ളിൽ എന്നാണ് ആ ചിന്ത. പെട്രാക്സ്, നീ മുന്നോട്ട് പോ. നിന്നോട് കൂടെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ടുണ്ട്, ജനങ്ങളുണ്ട്. മനസ്സിലായ? ഇതൊന്നും വെറുതെ വിടേണ്ട കേസല്ല. കാരണം ഇവർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഞാൻ ബിഗ് ബോസിൽ പോയി, ഞാൻ അവിടെ മറ്റേ സംഭവം ആദ്യം സമരമൊക്കെ ചെയ്തു, എന്തൊക്കെ നേടിയത് ചുമ്മാനെ സമനാണ് നേടിയത്. മറ്റേ ഗാന്ധിജിയുടെ കുറെ സമാജത്തിന് പോയതല്ല. മനസ്സിലായ? അപ്പോ ഈ ഒരു ധാരണ മാറണം. ഇവർക്കൊക്കെ എന്തും ചെയ്യാം, ആരെന്തും പറയാം എന്നുള്ള ധാരണ ഇവർക്കൊക്കെ മാറണം. അതിന് ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതിന്റെ അറ്റം വരെ പെട്രാക്സ് നീ പോവുക. നിന്റെ കൂടെ ജനങ്ങളും നമ്മൾ കുറെ പേരൊക്കെ ഉണ്ട്. ഇപ്പൊ എന്നെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞ സമയത്ത് ഇത്രയും ഒരു വിഷയമായപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്നോട് ജനങ്ങൾ ചോദിച്ചു, താങ്കളുടെ സൈഡിൽ താങ്കൾ എന്താണ് വിളിച്ചത്, അത് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ ആ റെക്കോർഡ് അവർക്ക് കൊടുത്തു. അതിനിപ്പോൾ എന്താണ് ഇത്ര തെറ്റ്? പിന്നെ ഈ പറയുന്ന പോക്സോ 15 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ, അതായത് എന്റെ അനിയത്തിയെ ഇത്രയേറെ മോശം സ്ലട്ട് ഷെയ്മിംഗ് പോലെ പറയുമ്പോഴത്തേക്ക് എന്നോട് ഇന്റർവ്യൂ എടുത്ത ആളാണെങ്കിലും പലരും ചോദിച്ചത് പോക്സോ അണ്ടറിൽ വരുന്നതല്ലേ? സ്വാഭാവികമായിട്ട് ഞാൻ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അത് ഉൾപ്പെടെ എഴുതിയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് കേസിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വഴി അറിയാം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരുടെ ആ ലൈവിൽ പറയുന്നുണ്ട്, എന്നെ തെറി വിളിച്ചപ്പോഴത്തേക്ക് നിനക്ക് ഉളുപ്പുണ്ടോ നിന്റെ അമ്മയെ കൊണ്ട് ഫോൺ കൊടുക്കാനെന്ന്. എടാ, എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അഭിമാനവും അന്തസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇതേപോലെ ഒരു തെറിവിളി ഉണ്ടായി, സ്വന്തം മകനെ ഏതോ ഒരു സ്ത്രീ വന്ന് അമ്മേനെയും സഹോദരങ്ങളെയും ഭാര്യനെയും അച്ഛനെ ഉൾപ്പെടെ അവരുടെ പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തെറിവിളികൾ നടത്തുമ്പോഴത്തേക്ക് ഒരു അമ്മ എന്നുള്ള നിലയിൽ അവർ സ്വയമേ പ്രതികരിച്ചു. അല്ല ഞാൻ കൊണ്ട് വിളിച്ചു എന്റെ ഉമ്മ എന്റെ നാട് ദിയാസിനെ തെറി വിളിച്ച് ചോദിരി എന്ന് പറഞ്ഞതല്ല. അവർ സ്വയം ഏറ്റെടുത്ത് അവരുടെ സ്ത്രീയാണ്, അവർക്കും അഭിമാനം എന്ന് പറയുന്ന സാധനമുണ്ട്. സ്വന്തം മകനെയും ഭാര്യനെയും അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെയും മക്കളെയും പറയുമ്പോഴത്തേക്ക് അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർക്കുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഫെമിനിസം എന്ന് പറഞ്ഞ് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നതല്ല യഥാർത്ഥ ഫെമിനിസം എന്ന് പറയുന്നത്. ഈ കണ്ടതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പേഴ്സണൽ ബെനിഫിറ്റ് ഉള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ പറയുന്ന പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്, പലരുടെ പേരുകൾ കുത്തിപ്പൊങ്ങുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ നിങ്ങളുടെ കൈയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇനി ഈ പറഞ്ഞ കേസിന്റെ കേസ് അത് ഏതറ്റം വരെ പോയിട്ടാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അത് തന്നെ മുന്നോട്ട് പോകും. പിന്നെ നിങ്ങളെ പറ്റി ഏറ്റവും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്നെ പറ്റി അന്വേഷിച്ചതല്ലേ, അതേപോലെ തന്നെ നമുക്ക് അന്വേഷിക്കാനുള്ള സോഴ്സ് ഉണ്ട്. നമ്മളെ പറ്റി അന്വേഷിച്ച ആരാണോ, ചിലപ്പോൾ ഇവിടെ ഉള്ള 100 കണക്കിന് ആളുകൾ 1000 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിട്ട് നീ അന്വേഷിച്ചത് എനിക്ക് വേണ്ടപ്പെട്ട ആളോട് തന്നെയാണ്. ആ ആൾ തന്നെ കൃത്യമായിട്ട് എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിച്ചതും. പിന്നെ അതിനുശേഷം നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഈ പഴയ കുറേ കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസം വിനോ ബാസ്റ്റിൻ സി എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ലൈവ് വഴി പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളാണ്, അത് പിന്നീട് വരുന്നുണ്ട്. അത് പുള്ളി അതിന്റെ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാറ്ററിൽ എനിക്ക് നിങ്ങളോടൊപ്പം തരാനുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയേറെ അഹങ്കാരത്തോടെ ഞാൻ ചെയ്തത്, അതായത്
ദിയാസന എന്ന വ്യക്തി ചെയ്തത് ശരിയാണ്, ഇനി ഞാൻ ആരെ വേണമെങ്കിലും തെറി വിളിക്കും, എന്റെ സെൽഫ് ഡിഫൻസിംഗ് ആണ് തെറിവിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇത്രയേറെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന ഇവരാണോ ഫെമിനിസ്റ്റ്, ഇവരാണോ ആക്ടിവിസ്റ്റ്? ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ് എത്രത്തോളം ഇവർക്ക് സ്വയമേ മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അത് സത്യം, അത് പെട്രാക്സ് സത്യം. സ്വയമേ ചെയ്യുന്ന തെറ്റാണെന്നും അത് ഞാൻ ചെയ്യുന്ന കറക്റ്റ് അല്ലെന്നും ഉള്ള ചിന്തിക്കാനുള്ള ബോധമില്ല. പിന്നെ വേറൊരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു സിബിന്റെ PR ഏറ്റെടുത്തിട്ടാണ് പെട്രാക്സ് വന്നതെന്ന്. നിങ്ങൾ ആരുടെ PR ഏറ്റെടുത്തിട്ടാ? ആരുടെ കൂടെ നടന്നത്? അതെല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. പിന്നെ നിങ്ങൾ അവരെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറെ കൂടി നെഗറ്റീവ് ആയിട്ടേ ഉള്ളൂ. വേറൊരു കണ്ടസ്റ്റന്റിനെ ഈ സീസണിലെ ബിഗ് ബോസ് സീസൺ 6 വേറൊരു കണ്ടസ്റ്റന്റ് 3ാം സ്ഥാനത്തിലോട്ട് വന്ന് അങ്ങനെ എന്തൊക്കെ പോയി. വോട്ട് പട്ടിക്കൂടെ വിക്ഷനൊക്കെ ആയിരുന്നു. ആയിക്കോട്ടെ. അപ്പോ അതാണ് സംഭവം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം. ആൾക്കാർ നിങ്ങൾക്ക് ഇത് കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ, പ്രതികരിക്കണം. സത്യമായിട്ട് ഇതൊക്കെ പ്രതികരിക്കണം. ഇതുപോലെയുള്ള ഒരു ഇതിനൊന്നും നമ്മൾ വളരാൻ വിടരുത്. അതൊക്കെ നാടിന് തന്നെ ആവത്ത. സത്യം, സീരിയസ്ലി പറയുക. പെട്രാക്സിന്റെ ഒക്കെ ഞാൻ ആ വോയിസ് കേട്ട് കിളി പറഞ്ഞിരിക്കുമായിരുന്നു. ഞാൻ 5 മിനിറ്റ് ചക്കായിരുന്നു. അമ്മാതിരി വിളിയാ വിളിച്ചത്. അവർക്ക് എന്ത് ഉളുപ്പുണ്ടായി. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.